ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പ് ഫുട്ബോളിൽ നിന്ന് ക്രൊയേഷ്യ ഇറ്റലി പോരാട്ടമാണ് നമുക്കറിയാം. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ വിജയിക്കണം. കാരണം ബി ഗ്രൂപ്പിൽ നിലവിൽ പോയിന്റ് ടേബിളിൽ 4-ാം സ്ഥാനത്താണ്. രണ്ട് മത്സരങ്ങളിൽ നിന്നും ഒരു പരാജയമോ ഒരു സമനിലയാണ് അവർക്കുള്ളത്. ഇന്നത്തെ മത്സരത്തിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ ക്രൊയേഷ്യക്ക് റൗണ്ട് ഓഫ് 60ലേക്ക് അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഇന്നത്തെ മത്സരത്തിൽ ഒരു സമനില പോലും അവർക്ക് എന്തായാലും അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം സാധ്യമാകില്ല. കാരണം ഒരു 2 പോയിന്റുമായി എന്തായാലും ഒരു മികച്ച 3-ാം സ്ഥാനക്കാരാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നമുക്കറിയാം 2018 ഫിഫ വേൾഡ് കപ്പിലും ഫൈനലിസ്റ്റുകളായിരുന്നു. 2022 ഫിഫ വേൾഡ് കപ്പ് സെമി ഫൈനലിസ്റ്റുകളായിരുന്നു. സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്ന ക്രൊയേഷ്യക്ക് പക്ഷേ ഈ ഒരു യൂറോ കപ്പിൽ ആദ്യ 2 മത്സരങ്ങളിൽ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ലൂക്ക മോഡ്രിച്ച് അവരുടെയൊക്കെ കീഴിൽ ഏറ്റവും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച് ഇന്ന് ഇറ്റലിയെ പരാജയപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും യൂറോ കപ്പ് ഫുട്ബോളിൽ ഏറ്റവും ആവേശകരമാവാൻ പോകുന്ന ഒരു പോരാട്ടമാണ് ഇറ്റലി ക്രൊയേഷ്യ മത്സരം. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ആവേശകരമായ ഒരു പോരാട്ടമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം.